സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനത്തെ ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ദൈവവചന പഠനത്തിലേക്ക് കൂടി വന്നിരിക്കുന്ന എല്ലാ ബഹുമാനമുള്ള ദൈവമക്കളും തിരക്കേറിയ ജീവിതത്തിനിടയിൽ സമയം ദൈവജനത്തോടൊപ്പം ഇരിപ്പാൻ വേർതിരിച്ച് ഈ ക്ലാസ് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ച ഇടത്തു നിന്നും ഇന്നത്തെ പഠനം ആരംഭിക്കാം എന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്ന രംഗം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹാരാനിൽ വന്ന് പാർത്ത അബ്രഹാമിനെയും കുടുംബത്തെയും ദൈവം അവിടുന്ന് വിളിച്ചിറക്കും. മെസ്സപ്പൊട്ടോമിൽ പാർക്കുമ്പോൾ അബ്രഹാമിന് ദൈവപ്രത്യക്ഷത ഉണ്ടായെങ്കിലും കനാനിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചത് തേരഹും കുടുംബമാണെന്നും ഞാൻ പ്രത്യേകം ഓർപ്പിച്ചു. വാക്യങ്ങൾ തെളിവായി തന്നിരുന്നു. കനാനിലേക്ക് പോകാനായിട്ട് അവർ വന്ന ഹാരാൻ വരവുന്നു, അവിടെ പാർത്തു. അവിടെ നിന്നും അബ്രഹാമിനെ വിളിച്ച് ഇറക്കുന്നു. അതാണ് 12-ന്റെ 1. അബ്രഹാമിനെ വിളിക്കുന്ന കൽദര പട്ടണമായി ഊരിൽ നിന്നല്ല, ഹാരാനിൽ നിന്നാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ അബ്രഹാമിനോട് ദൈവം ഇടപെടുന്ന സംസാരിക്കുന്ന രംഗങ്ങളെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ദൈവ പ്രത്യക്ഷത അബ്രഹാമിന് വീണ്ടും ഉണ്ടാവുക. എന്നിട്ട് അബ്രഹാമിനോട് പറയുന്നത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടണം. 2 കാര്യം ഞാൻ ഓർപ്പിച്ചു. ലോർഡ്ഷിപ്പ് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്. കർത്തൃത്വം എന്ന പദം പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്. 1, അതുവരെ ഉണ്ടായിരുന്ന ആ സുരക്ഷിതത്വത്തെയും കിൻഡ്രഡ്സിനെയും പ്രിയപ്പെട്ടവരെ ഒക്കെ വിടണം. അവരുമായി യാതൊരു ബന്ധവും ഇന്നിടക്കുണ്ടാകാൻ പാടില്ല. ദൈവം വിടാൻ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാന്ന് നോക്കണം. അതൊക്കെയാണ് ഇത്ര രസം. ആരൊക്കെയാണ്? നീ നിന്റെ ദേശത്തെ, ചാർച്ചക്കാര്, പിതൃഭവനത്തെ വിട്ട് ഒരു സ്റ്റാർട്ടിങ് നിനക്കുണ്ടാകും. നമ്മളെല്ലാരും സ്റ്റാർട്ട് ചെയ്ത് നോർത്തായിരിക്കുന്നത്. നമുക്കും പറയാം, അപ്പൊ പിന്നെ അബ്രഹാം ഇങ്ങനെ മെസ്സപ്പൊത്തോമിന്ന് പോകുന്നതൊന്നും പുറപ്പെട്ടു പോകുന്നതല്ലേ? ഇവിടൊക്കെ ചില കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഈ എല്ലാവരുടെയും കൂട്ടത്തിലുള്ള പുറപ്പാടായിട്ട് തമ്പുരാൻ കണക്കാക്കുന്നില്ല. എല്ലാരും കൈപൊക്കിയപ്പോ ഞാനും കൈപൊക്കി, എല്ലാരും ടിക്കിട്ടപ്പോ ഞാനും ടിക്കിട്ടു. എല്ലാരും ഇപ്പൊ രക്ഷിക്കപ്പെടുന്ന ടിക്കിറ്റാണല്ലോ. മുമ്പൊക്കെ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പാപമേറ്റു പറഞ്ഞ് പരസ്യമായിട്ട് പറയും, ഞാൻ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്നു, ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥന. ഇപ്പൊ അങ്ങനെയല്ല, കാർഡ് കൊടുക്കാം. അപ്പൊ അത് ടിക്കറ്റാണ്. ഇങ്ങനെ ടിക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു. അത് നമുക്ക് വേണമെങ്കിൽ പറ്റും, ആർക്കും പറ്റും. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയാം, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃബന്ധ ദേശത്തെയും വിടണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, ദൈവം തന്റെ വിശ്വാസത്തിന്റെ യാത്രയിൽ ഒരുവനെ വിളിക്കുമ്പോ കൂട്ടമായിട്ടല്ല വിളി. ദൈവവിളി പേഴ്സണലിയാണ്, ഇൻഡിവിജ്വലാണ്. വളരെ ശ്രദ്ധിക്കണേ. ഞങ്ങളെ ദൈവം വിളിച്ചിറക്കിയെന്നല്ല. കണ്ടോ? അബ്രഹാമേ എന്ന് പേഴ്സണലി വിളിച്ച് ഒരു എൻകൗണ്ടർ അബ്രഹാമും ദൈവം തമ്മിൽ ഉണ്ടാകുക. ഞാൻ നിങ്ങളോട് ഒരു ദൂത് കൂടെ പറയട്ടെ. നമ്മളായിരിക്കുന്ന ഇടത്ത് എത്ര പേരുണ്ടെങ്കിലും അവരുടെ നടുവിൽ നിന്ന് നിന്നെ ഒരാളെ മാത്രം പൊക്കി പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്തിരിക്കും.
ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം ഒരു ഗ്രൂപ്പിനെ എഴുന്നേൽപ്പിക്കുകയല്ല, ഒരു വ്യക്തിയാണ് എഴുന്നേൽപ്പിക്കുന്നത്. അവിടെയുള്ള മുഴുവൻ ആൾക്കാരും വിളിച്ചില്ല. അബ്രഹാം ഒരു ഒറ്റ വ്യക്തി മതി. അതിനു മുമ്പ് നോക്കിക്കേ, നോഹ ഒറ്റ വ്യക്തിയാണ്, അല്ലേ? ദൈവത്തിന് വേണ്ടി നിന്ന് ഹാബേൽ മുതൽ തുടങ്ങിക്കോ ഓരോരോ വ്യക്തികളെയും, ഹാനോക്ക്, നോഹ, ഇങ്ങനെ പേഴ്സണൽ കോളിംഗ് ആണ് ദൈവം എപ്പോഴും ചെയ്യുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൂട്ടത്തിൽ പോന്ന ആ പുറപ്പെടിയിൽ ദൈവം ഒരു പുറപ്പാടായിട്ട് കണക്കാക്കുന്നില്ല. അത് തേരകം ലൂത്തും എല്ലാം ഉണ്ടായിരുന്നു. സകല ആൾക്കാരും കൂടെ വന്ന്, ദർശനം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും കൂടെ വന്ന് ഹാരാനി വന്ന് താമസിച്ചു. പക്ഷെ ദൈവം പറയുകയാണ്, അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, വിരോധമൊന്നുമില്ല, പക്ഷെ നീ അവരുടെ നടുവിൽ നിന്ന് നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിടണം. മനസ്സിലാകുന്നുണ്ടോ? ചില കാര്യങ്ങൾ വിടാന്ന് പറഞ്ഞാൽ അല്പം പെയിൻഫുൾ ആയിരിക്കും, ബട്ട് യു ഹാവ് ടു ഡു ദാറ്റ്. പക്ഷെ അത് ചെയ്തേ പറ്റൂ. വിട്ടാൽ മാത്രം പോരാ, നിനക്കൊരു പുറപ്പാടുകളുണ്ടാകും, ഒരു പുറപ്പാടുകളുണ്ട്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾക്കൊരു ഒരു ഒരു ന്യൂ സ്റ്റാർട്ടിങ്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറഞ്ഞെങ്കിലേ ഒരു ന്യൂ ബിഗിനിങ് നമുക്കുണ്ടാകും. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറയാനുള്ള ധൈര്യവും ആർജവത്വവും നിങ്ങൾ കാണിക്കണം. മനസ്സിലായല്ലോ? അബ്രഹാം അത് ചെയ്തു. നീ നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ ഒക്കെ വിട്ടിട്ട് പുറപ്പെടണം. അവരെല്ലാം കൊണ്ടു പുറപ്പെടണമെന്നല്ല. മനസ്സിലാകുന്നുണ്ടോ? അതെല്ലാം വിട്ട് പുറപ്പെട്ട, ഇതൊക്കെ നന്നായിട്ട് എംഫസൈസ് ചെയ്ത് പറയും. ഇതൊക്കെ നമ്മൾ ഉപവാസ പ്രാർത്ഥന ബന്ധനം അഴിക്കാൻ മാത്രം ഉപയോഗിക്കാറുള്ളൂ. ഈ 12ാം അധ്യായമൊക്കെ ഞാൻ ബന്ധനം അഴിക്കുന്ന കാര്യം എന്നെ പറഞ്ഞു. സ്തോത്രം. ബന്ധനം അഴിയാതിരിക്കുകയോ എനിക്കത് വിഷയമേ അല്ല. ഞാൻ അതിന്റെ ആള് വന്നു. ഞാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. എനിക്ക് ഈ ദിവസങ്ങളൊക്കെ ഓരോരോ പ്രസംഗം കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഒരു പ്രസംഗത്തിനകത്തും ലാസ്റ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. നമ്മൾ ചെല്ലുക, ATM കാർഡിട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ ചെല്ലുക, പ്രാപിക്കുക, റിസീവ് ഇറ്റ്, പോവുക, അത്രേ ഉള്ളൂ. അല്ലെ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളോ ക്രമീകരിക്കേണ്ട കാര്യങ്ങളോ തിരുത്തേണ്ട കാര്യങ്ങളോ ഒന്നും ഒരൊറ്റ മെസ്സേജിനകത്ത് പോലും കേൾക്കാനില്ല. ഞാനൊരു കാര്യം പറയാം, ചെയ്യേണ്ട കാര്യം ഞാൻ തമ്പുരാൻ ഓൾറെഡി ചെയ്തിട്ടിരിക്കുക. മനസ്സിലായോ? ഇനി നമ്മുടെ ഭാഗത്താ ചെയ്യാനുള്ളത് മുഴുവൻ. അതൊന്നും ചെയ്യാതെ ഇവിടെ തന്നെ നോക്കിയേ, വിടണം, പുറപ്പെടണം. ഒരു സെപ്പറേഷൻ നമുക്ക് ആവശ്യം. മനസ്സിലാകുന്നുണ്ടോ? ഒരു സെപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ആ വേർപാട് എന്ന വിഷയം പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് പുസ്തകമാണ് നെഹമ്യാവിന്റെ പുസ്തകം. നെഹമ്യാവിന്റെ മതിലുപണി പഠിച്ചാൽ വേർപാട് എന്നുള്ള സബ്ജക്റ്റ് എന്താണെന്ന് പിടികിട്ടും. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല, കാരണം നമുക്കിന്ന് വേണ്ടാത്തൊരു സാധനം വേർപാടായതുകൊണ്ട്. അതൊക്കെ കേൾക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ വേർപാട്, വിശുദ്ധി, മാനസാന്തരം, ഈ സബ്ജക്റ്റ് കേൾക്കുന്ന ഭയങ്കര അലർജിയാണ്. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവർ. നമുക്കിതൊന്നും ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞെല്ലാം PhD വരെ പാസ്സായിച്ചിരിക്കുന്ന ഞങ്ങളോട് ഈ വേർപാട്, വിശുദ്ധി, മാനസാന്തരം എന്നിത്യാദി കാര്യങ്ങളൊന്നും പറയരുത് എന്നൊരു മനോഭാവം ഉള്ളവരാണ്. കൃപയാൽ ക്ലാസ്സിലുള്ളവർ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, വിട്ട് പുറപ്പെട്ട എന്ന് പറഞ്ഞാൽ അതുവരെ ആയിരുന്ന സാഹചര്യത്തോട്, നിലപാടിനോട്, ജീവിത ചുറ്റുപാടുകളോട് എന്നേക്കുമായി ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് നീ പുറപ്പെടണം. പിന്നെ അവിടെ കിടന്ന് വട്ടം കറങ്ങരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈ വട്ടം കറങ്ങുന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ദൈവമക്കളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പലരും പറയല്ലേ,
എന്റെ പഴയ സ്വഭാവത്തിനകത്ത് ഞാൻ കാണിച്ചേനെ. എടാ, നിനക്ക് അങ്ങനെ ഒരു പഴയ സ്വഭാവം ഇല്ലല്ലോ. അത് ഉരിഞ്ഞു കളഞ്ഞില്ലേ? ഇല്ലേ? അതും വെച്ചോണ്ടാണോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. പഴയ മനുഷ്യനെ അവന്റെ രാഗം മോഹങ്ങളുടെ ഉരിഞ്ഞു കളഞ്ഞു. എങ്ങനെ ഉരിഞ്ഞു കളയുന്നേ? അതൊക്കെ സോപ്പിട്ടാണോ ഉരിഞ്ഞു കളയുന്നേ? സ്വോത്രം. ഉരിഞ്ഞു കളയുന്നതിന് ഒരു മയമില്ല, ദാക്ഷിണ്യമില്ല, കോംപ്രമൈസ് ഇല്ല. പഴയ മനുഷ്യനെ അങ്ങനെ ഉരിഞ്ഞു കളഞ്ഞതിനാൽ എന്റെ പഴയ സ്വഭാവം എന്ന് പറഞ്ഞൊരു സ്വഭാവം നമുക്കില്ല. ഇത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് വിട്ടു പുറപ്പെടുക എന്ന് പറഞ്ഞാൽ വിട്ടേച്ച് അവിടെ കിടന്ന വട്ടം കറങ്ങാന്നല്ല. അവിടുന്ന് ഒരു പുറപ്പാടുണ്ടാവുകയാണ്. അതെന്താ ഈ വിട്ടേച്ച് പോർന്നെന്ന് പറയാൻ കാര്യം? യെസ്, അബ്രഹാമിനോട് പറയാം, യു ഹാവ് ടു കീപ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. നിനക്കൊരു വേർപാട് ആവശ്യമാണ്. എന്നോടൊപ്പം സഞ്ചരിക്കുന്നു എങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? ഒരുമിച്ചാണോ സഞ്ചരിക്കുന്നത്? അതെ, 12:7 വായിച്ചു നോക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാ. അതാ ഞാൻ പറഞ്ഞേ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. അതിന്റെ അർത്ഥം മനസ്സിലായോ? അങ്ങനൊരു ദേശം ഉണ്ടായിട്ടല്ല. കാണിപ്പാനിരിക്കുന്ന ദേശം ഒരു ദേശമില്ല. ദേശം വരുമ്പോൾ ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അതിനർത്ഥം. നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാ പോകുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? യു ആർ നോ മോർ എലോൺ. നീ ഒറ്റയ്ക്കല്ല. ഷാൽ വി ഗോ ടുഗദർ. നമുക്ക് ഒരുമിച്ച് പോകാം എന്നാ പറഞ്ഞത് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെ ദൈവമായിട്ട് ഒരുമിച്ചൊരു യാത്ര ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പഴയ അതുവരെ ആയിരുന്ന മേഖലയെ വിട്ടിട്ട് ഒരു സ്റ്റാർട്ടിങ് നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ ദൈവമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റൂ. കാരണം ദൈവം വിളിക്കുന്നത് ദൈവത്തിന്റെ ലോകത്തിലേക്ക്. സ്വോത്രം. ദൈവം വിളിക്കുന്നത് ആ തമ്പുരാന്റെ ലോകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തമ്പുരാന്റേതല്ലാത്തൊരു ലോകം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് നീ നിന്നെ തന്നെ സൂക്ഷിച്ച് ദൈവത്തിന്റെ ലോകത്തിലേക്ക് നീ ചെല്ലണം എന്ന് പറയാൻ കാര്യം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അതൊക്കെ പിന്നാലെ പറഞ്ഞോളാം. നിങ്ങൾക്ക് കാപ്പാടെ ആശയക്കുഴപ്പം വരണ്ട. അങ്ങനെ ദൈവത്തിന്റെ ലോകം എന്ന് പറഞ്ഞ ലോകമുണ്ടോ? അങ്ങനെയാണ് ഈ ലോകം വിട്ടു പോകണമെന്നല്ലേ പൗലൂസ് പറഞ്ഞത് എന്നൊക്കെയുള്ള വാക്യങ്ങളൊക്കെ വരാം. ഞാനിപ്പോ പറഞ്ഞ രീതിയിൽ മാത്രം കേട്ടാൽ മതി. ബാക്കി കാര്യം പിന്നീട് നിങ്ങൾക്ക് പഠിച്ചു വരുമ്പോൾ അത് ബോധ്യമാകും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തികച്ചും ന്യായമായ സംശയങ്ങളാണ്. ഞാൻ ഒരിക്കലും ഖണ്ഡിക്കുന്നില്ല. പക്ഷേ മനസ്സിലാക്കുക, ദൈവം അബ്രഹാമിനെ വിളിച്ച് ദൈവത്തോടൊപ്പം സഞ്ചരിക്കാനാണ്. ദൈവത്തോടൊപ്പം സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ തേരകന്റോടുള്ള നടപ്പ് പറ്റുകയെന്നായി പറഞ്ഞേ. തേരക എവിടെയെങ്കിലും പോവാന്നും പറഞ്ഞ് ഇറങ്ങിയേച്ച് വഴിമധ്യ പറയും, ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ താമസിച്ചാക്കാം. മനസ്സിലായോ? ആ കനാലിലേക്ക് പോകാനെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഹാരാൻ കണ്ടപ്പോ പുള്ളി അവിടെ താമസിച്ചില്ലേ? അത് പറ്റുകയല്ല. അതുകൊണ്ട് തേരക എന്ന വാക്കിന്റെ തന്നെ താമസം എന്നാണെന്നല്ലോ പറയുന്നത്. അപ്പൊ ആ രീതി പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ആ തേരകന്റെ എന്തെങ്കിലും ക്യാരക്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പനായാലും ശരി വല്യപ്പനായാലും ശരി അതൊക്കെ കാണുമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും നിനക്ക് പ്രത്യക്ഷ ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ നോക്കുകയില്ല. അതുകൊണ്ട് നീ ആ പഴയ എല്ലാം വിട്ടിട്ട് പുറപ്പെടണം. അങ്ങനെയാണ് ഞാൻ നിന്നെ ദേശം കാണിക്കാമെന്ന് ഈ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. അത് മാത്രമല്ല, വിട്ടു പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നത്തെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണേ. വിട്ടു പുറപ്പെട്ട് അവിടെ മുതൽ അടുത്ത വാക്ക് തുടങ്ങിയ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. കണ്ടോ?
ഞാൻ നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നീ ഒരനുഗ്രഹമായിരിക്കും. നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു അവിടെ അതുവരെ ഉള്ള ശൈലി മാറി. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് പേര് വലുതാക്കും. കണ്ടോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? പുറപ്പെട്ടതോടുകൂടെ ലോഡ്ഷിപ്പ് കൈമാറ്റം ചെയ്ത് കർത്തൃത്വം കൈമാറി. ഇനിയിപ്പോൾ ഈ യാത്രയിൽ അബ്രഹാമിൻ്റെതായ യാതൊരു പ്രോജക്റ്റും ഇല്ല. എങ്ങോട്ട് പോണം? എവിടാ സ്റ്റേ ചെയ്യുന്നത്? വല്ല പിടിയുണ്ടോ? ഇല്ല. ഇനി എങ്ങോട്ട് പോണെന്ന് പോലും തീരുമാനിക്കുന്ന ദൈവമാണ്. അതാ പറഞ്ഞ ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോക്കോളാൻ പറഞ്ഞു. അതെവിടാന്ന് അറിയത്തില്ല. ദൈവം കൂടെ ഉണ്ടങ്ങ് പോവുക. സ്തോത്രം. പറ്റുമോ അതൊക്കെ? നമ്മുടെ സബ്ജക്റ്റ് വിശ്വാസത്തിന്റെ യാത്ര ആയതുകൊണ്ടാണ്. നമ്മളാണ് എന്തെല്ലാം കാര്യം അന്വേഷിച്ചേനല്ലേ. അവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടോ? നെറ്റ് കിട്ടുന്ന സ്ഥലമാണോ? വൈഫൈ കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ച് ക്രമപ്പെടുത്തിയിട്ടേ പോളായിരുന്നു. അന്വേഷിക്കുന്നൊക്കെ മഹാഭാവമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്നത്തെ നിലയാണെങ്കിൽ അതെല്ലാം അന്വേഷിച്ചേ. പിന്നെ അതൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അബ്രഹാമിന് ഇതൊന്നും വിഷയമല്ല. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തു. അബ്രഹാമിനുള്ള മുഴുവൻ നിയന്ത്രണം ദൈവത്തിന് കൈമാറ്റം ചെയ്തിട്ട് അബ്രഹാം പോവുക. നിങ്ങൾ തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ ഇത് പഠിച്ചു നോക്കണം. ഈ ലോഡ്ഷിപ്പ് കൈമാറ്റം ചെയ്തിട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഭയങ്കരമാണ്. ഞാൻ ഈ പറഞ്ഞ ആശയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തോന്നുന്ന അബ്രഹാം ലൈഫ് ഒന്ന് പഠിച്ചു നോക്കണം. സ്തോത്രം. ദാറ്റ് ഈസ് വണ്ടർഫുൾ. നമ്മൾ ചിന്തിക്കാനൊക്കെ എത്ര അപ്പുറത്താണെന്നറിയാമോ? ഇവിടെ ലോഡ്ഷിപ്പ്, കർത്തൃത്വം, ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തു. അതോടുകൂടെ അബ്രഹാം നീ എങ്ങോട്ട് പോകണമെന്ന് അബ്രഹാമിന് തീരുമാനമില്ല. നീ എങ്ങോട്ടെല്ലാം പോകണമെങ്കിൽ പോലും ദൈവം തീരുമാനിക്കും. നമ്മളെല്ലാം തീരുമാനിച്ചു ദൈവത്തോട് പറയും. അബ്രഹാം ദൈവം തീരുമാനിച്ചിട്ട് പറയുന്നത് എന്താണോ അത് കേൾക്കും. നമ്മളെ എല്ലാം തീരുമാനിച്ചു അങ്ങോട്ട് പറയും, ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നീ ഒന്ന് സാങ്ഷൻ ആക്കി തന്നേക്കും. ഇതാണ് നമ്മൾ അബ്രഹാം എന്നുള്ള വ്യത്യാസം അല്ലേ? നമ്മള് കല്യാണത്തിന് കുറിയിലൊക്കെ എഴുതുകല് ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തതിനു ശേഷം ദൈവഹിതമായാൽ മെയ് മാസം 28 ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കാറ്ററിംഗുകാരനെ ബുക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പറയുന്നത് ദൈവഹിതമായാൽ. ആ ദൈവം ഇതൊക്കെ നേരത്തെ അന്വേഷിക്കേണ്ടതല്ലേ? പോട്ടെ, ഞാൻ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്ക് അങ്ങനെ അഭിപ്രായം കൊണ്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഞാൻ വിമർശിക്കുന്നില്ല. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ കർത്തൃത്വം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടെങ്കിലും ഒരു ചുവട് വെക്കണമെങ്കിൽ പോലും ദൈവം തീരുമാനിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. ഇയ്യോബ് പറഞ്ഞു എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. കണ്ടോ? ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരടി മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ദൈവം കൊടുക്കുന്ന ഡിവൈൻ ഡിറക്ഷൻ അനുസരിച്ച് അല്ലാതെ പറ്റില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. സ്തോത്രം. വിശ്വാസത്തിന്റെ യാത്രയാന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ കൊട്ടിയും പാടിയും പോണ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. കണ്ടോ? നീ സകലം വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകണം. അതായത് തമ്പുരാൻ പറഞ്ഞ. അപ്പോ ദൈവത്തിന്റെ യാത്ര അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നുള്ള യാത്രയായതുകൊണ്ട് തമ്പുരാന്റെ ട്രാക്കിലൂടെ സഞ്ചരിച്ചാലേ ഒക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തോടൊപ്പം ഉള്ള യാത്രയായതുകൊണ്ട് നമ്മുടെ റൂട്ടിലൂടെ ദൈവത്തെ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്, ദൈവത്തിന്റെ റൂട്ടിലേക്ക് നമ്മൾ ചെല്ലുക ചെയ്യണം. നിങ്ങൾക്ക് രണ്ടും നമ്മൾ വ്യത്യാസം പിടികിട്ടിയോ? ദൈവത്തോടൊപ്പം നടക്കുന്നതിനാൽ നമ്മൾ പോകുന്ന റൂട്ടിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ദൈവം തരുന്ന ഡയറക്ഷൻ നമ്മൾ ആ റൂട്ടിലേക്ക് ചെല്ലുകയാണ് വേണ്ടത്. രണ്ട് നമ്മൾ അർത്ഥ വ്യത്യാസം മനസ്സിലായി കാണുന്ന വിഷയം. നിങ്ങളെല്ലാം വചനത്തിൽ പരിജ്ഞാനമുള്ള ഒരു അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കണക്കാക്കുന്നു.
ദൈവത്തോടൊപ്പമുള്ള യാത്രയിൽ നമ്മൾ ഒരുക്കുന്ന ട്രാക്കിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയല്ല, ദൈവം ഒരുക്കുന്ന ട്രാക്കിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യേണ്ടത്. പിടികെട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. വിട്ട് പുറപ്പെടണം. ആ ഭാഗത്ത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സ് വരുന്നുണ്ടെങ്കിൽ എല്ലാം പറ്റും പറയാൻ എനിക്ക് ടൈം പോരാ. നമുക്ക് ഗ്രേസ് മോൻ ഉണ്ടോ? ഇല്ല, പിക്ചർ ഇല്ല. ഗ്രേസ് മോൻ ഇല്ലെന്ന് തോന്നൽ. ഓക്കെ, നോ പ്രോബ്ലം. ഗ്രേസ് മോൻ ഞാൻ കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാനെങ്കിൽ കുറച്ചുകൂടി ഇവർക്ക് എളുപ്പമുണ്ടായിരുന്നു, അതിനുണ്ടായിരുന്നു. നോ പ്രോബ്ലം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ അത് പാസ് ചെയ്യാൻ പറ്റുമോ? ഇത് നോക്കാം, അത്രേ ഉള്ളല്ലേ. നോ ഗ്യാരണ്ടി. എന്നാ വേണ്ട, എത്തിക്കാൻ പോകും. മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പിടികിട്ടും, ഞാൻ പറയാവേ. അതായത് ഇസ്രായേൽ ജനം വിശ്വാസത്തിന്റെ യാത്രയ്ക്ക് ഞാൻ ഇടയ്ക്ക് അവരെ കൂടെ കൂട്ടുപിടിച്ചാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ജനം വരുന്ന രീതി സമാഗമന കൂടാരത്തിന്റെ ചിത്രത്തിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. അതിൽ ഇപ്പൊ നിങ്ങൾ അതിന്റെ മറ്റു ഉപകരണങ്ങളെ പുറകൊന്നും പോകണ്ട, ഒരു സ്ട്രക്ചർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ സമാഗമന കൂടാരത്തിന്റെ തെക്കും വടക്കും 20 തൂണുകൾ വീതമുണ്ട്. എത്ര തൂണാണ്? 20 വീതം. തെക്ക് 20, വടക്കും 20, പടിഞ്ഞാറ് 10, കിഴക്ക് 10, ടോട്ടൽ 60 തൂണുകൾ. മനസ്സിലായോ? തെക്ക് വശത്ത് 20 തൂണ്, വടക്ക് വശത്ത് 20 തൂണ്, കിഴക്ക് 10 തൂണ്, പടിഞ്ഞാറ് 10 തൂണ്, ടോട്ടൽ 60 തൂണുകൾ. ശ്രദ്ധിക്കണേ, 5 മുഴം ഉയരത്തിലാണ് ഓരോ തൂണും നിലനിൽക്കുന്നത്. ഓരോ തൂണിന്റെ ഹൈറ്റ് എത്രയാണ്? 5 മുഴം. ഒരു മുഴം എന്ന് പറഞ്ഞാൽ 2.5 അടിയാണ്. ഒരു മുഴം എന്ന് പറഞ്ഞ 2.5 അടി. ഇത് കറിഞ്ഞിരിക്കാൻ നല്ലതാണേ. ഒരു മുഴം എന്ന് പറഞ്ഞാൽ 2.5 അടിയാണ്. സോറി, 1.5 അടി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാം. നിങ്ങൾ എന്റെ അടിക്കണക്ക് തപ്പിപ്പോയി വിഷമിക്കണ്ട. ഈ 5 മുഴം മുമ്പ് 7.5 അടി പൊക്കം വരും. 7.5 അടി പൊക്കം വരും, അല്ലേ? 7 അടി പൊക്കം വരും. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് മാക്സിമം ഹൈറ്റ് എത്ര വരും? നമുക്കൊക്കെയാണ് 5, 5.25, ചിലര് 6 വരെ ഉള്ളതുണ്ട്, അല്ലേ? മാക്സിമം 6, 6.5 വരെ ഹൈറ്റ് ഉള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പുറത്തുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തൂണിന്റെ പൊക്ക 7 അടി ഹൈറ്റാ. 5 മുഴം എന്ന് പറയുമ്പോൾ 7 അടി ഹൈറ്റാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മനസ്സിലാക്കേണ്ട രഹസ്യം ഞാൻ പറയാം. ഒരു ഗുണം ഇതുകൊണ്ട് നമുക്ക് പിടികിട്ടും. എത്ര ഹൈറ്റ് ഉള്ളവനാണെങ്കിലും ശരി, ഇതിന്റെ അകത്ത് എന്താ അത് കാണണമെന്നുണ്ടെങ്കിൽ പുറമേ നടന്നു നോക്കിയാൽ ഒന്നും കാണാനൊക്കെ. കാരണം 7 അടി ഹൈറ്റ് ഉണ്ട്. അകത്തെ കാര്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പുറം വഴി നടന്ന് വട്ടം കറങ്ങാന്നുള്ളത് അല്ലാതെ അകത്ത് വന്നാൽ മാത്രമേ ഇതിന്റെ അകത്തെ മനോഹാരിത എന്താണെന്ന് അറിയാനായിട്ട് നോക്കൂ. പുറം വഴി നടന്ന് പ്ലാൻ പറയുന്നവനെ കൊണ്ട് പ്ലാൻ പറഞ്ഞ് സമയം കളയാന്നുള്ളത് അല്ലാതെ ഇതിനകത്തതൊന്നും അവന് മനസ്സിലാവുകയല്ല. നമ്മളെ കുറിച്ച് ആൾക്കാർ എന്തെല്ലാം പറയും, നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട. കാരണം അവൻ ഔട്ട്സൈഡിലാണ് നിൽക്കുന്നത്. അവനൊന്നും മറുപടി പറയാൻ പോകരുത്. അകത്ത് വന്നാൽ മാത്രമേ മനോഹാരിത അറിയാൻ പറ്റൂ. ഇതിന്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ നോക്കൂ. അതിനകത്തുള്ള ദൈവസാന്നിധ്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. വിശുദ്ധമന്ദിരത്തിന്റെ ഓരത്തിലെ തേജസ് എന്താണെന്ന് അറിയാൻ പറ്റൂ. മനോഹാരിതയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരുത്തനൊന്നും അറിയാനൊക്കത്തില്ല. അവിടെ നിന്ന് എത്തി വരികയും നോക്കിയാലും കാണാനൊക്കില്ല. കാരണം 7 അടി ഹൈറ്റ് ഉണ്ട്. മനസ്സിലായോ? 5 മുഴം എന്ന് പറയുമ്പോൾ 7 അടി ഹൈറ്റാ. സ്തോത്രം. ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ 60 തൂണുകളാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധ സ്ഥലവും പ്രാകാരം ഉൾപ്പെടുന്ന മരുഭൂമിയിലെ സഞ്ചരിക്കുന്ന സമാഗമന കൂടാരത്തെ ലോകത്തെയും ദൈവത്തിന്റെ ലോകത്തെ തമ്മിൽ വേർതിരിച്ചുകൊണ്ടാണ് ഈ 60 തൂണുകളും നിൽക്കുന്നത്.
ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. 2, ഓരോരുത്തരും ഇതിന് ചുറ്റുമായി 12 കൂടാരവും 12 ഗോത്രങ്ങൾ പാർക്കുന്ന കാര്യം പറഞ്ഞത് മനസ്സിലുണ്ടോ? 60 തൂണ്, തെക്കും വടക്കും 20 തൂണ് വീതം, കിഴക്കും പടിഞ്ഞാറും 10 തൂണും വീതം, മൊത്തം 60 തൂണുകൾ. ഒരൊറ്റ തൂണ് പോലും കുഴിച്ചിട്ടില്ലെന്ന് അറിയണം. 60 തൂണുകളും താമ്ര ചുവടിന്മേൽ ഇട്ടേക്കുക, നിലത്ത് കുഴിച്ചിട്ടിട്ടില്ല. സോക്കറ്റിനകത്ത് താമ്ര ചുവടിന്മേൽ ഇതിറക്കി നിർത്തിയിരിക്കുക, ഒറ്റ തൂണ് പോലും കുഴിച്ചിട്ടിട്ടില്ല. സ്തോത്രം. 60 തൂണുകളും നിവരാൻ നിൽക്കാൻ അകത്തേക്കും പുറത്തേക്കും ടോപ്പിൽ നിന്ന് കയറ് വലിച്ചുക, അകത്തും പുറത്തുമായി കുറ്റിയടിച്ചിട്ട് കയറുകൊണ്ട് വലിച്ചു കെട്ടിയാണ് ഈ തൂണുകൾ നിവരാൻ നിൽക്കുന്നത്. തൂണുകൾ നിവരാൻ നിൽക്കണം. 60 തൂണ്. സ്തോത്രം. ഈ 60 തൂണുകളുമാണ് അതിന്റെ മതില്, ചുറ്റുമതിലായി നിൽക്കുന്ന, മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ആലയമായ സമാഗമത്തിന്റെ മതില് പോലെ നിൽക്കുന്നത് ഈ 60 തൂണുകളാണ്. ഇതിന് ചുറ്റുമായിട്ടാണ് 12 ഗോത്രവും പാർക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതാണ്, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രം പറയാം, അല്ലെങ്കിൽ പുള്ളിക്ക് ഇത് തന്നെ പറയാനുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കിഴക്ക് വശത്ത് യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ ഗോത്രങ്ങൾ. തെക്ക് വശത്ത് രൂബേൻ, ശിമയോൻ, ഗാദ് ഗോത്രങ്ങൾ. വടക്ക് ദാൻ, ആശേർ, നഫ്താലി ഗോത്രങ്ങൾ. പടിഞ്ഞാറ് എഫ്രയീം, മനശ്ശെ, ബെന്യാമിൻ ഗോത്രം. കണ്ടോ? ഓരോ ഭാഗത്ത് 3 ഗോത്രങ്ങൾ വീതം നിരനിരയായി പാർക്കും. കയറി ഇറങ്ങിയൊന്നുമല്ല, നല്ല അടുക്കിനടുക്കിന് നിരനിരയായിട്ട് പാർക്കുക. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാനായിട്ട്, ഈ അവരവർ പാർക്കുന്ന കൂടാരത്തിന്റെ വാതിൽമറ മാറ്റി പുറത്തേക്ക് കുഞ്ഞ് നോക്കുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മരുഭൂമി ഉയർന്നു നിൽക്കുന്നത് സമാഗമന കൂടാരത്തിന്റെ 60 തൂണുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ഈ പ്രാകാര മതിലാണ്. എത്ര ദൂരത്ത് നോക്കിയാലും ഈ ചുറ്റുപാടുമുള്ള മതില് കാണാം. വെള്ള മറശ്ശില. ഈ 60 തൂണുകളിലൂടെ ചേർത്താണ് പിരിച്ചെടുത്ത പഞ്ഞുനൂൽ കൊണ്ട് നിർമ്മിച്ച വെള്ള മറശ്ശില. എത്ര ദൂരത്ത് നോക്കിയാലും ഈ വെള്ള മറശ്ശില കാണാം. ഇതിന്റെ അർത്ഥം വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എത്ര ദൂരത്ത് നോക്കിയാൽ ഈ വെള്ള മറശ്ശില കാണാം. മതില് പോലെ നിൽക്കുക. കാരണം 7 അടി ഹൈറ്റ് ഇല്ലേ? ചൈന മതില് പോലൊന്നും അല്ലെങ്കിലും 7 അടി ഹൈറ്റ് ഉള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ കൂടാരത്തെക്കാൾ ഉയരമുണ്ട് ഈ മതിലിന്, അല്ലെങ്കിൽ ഈ 60 തൂണുകൾക്ക്. സ്തോത്രം. കണ്ടോ? വെള്ള മറശ്ശില. അത് നെയ്തെടുത്തതാ. ഞാൻ ഓർക്കാറുണ്ട്, 60 തൂണുകൾ 100 മുഴം നീളം, 50 മുഴം വീതി, 5 മുഴം ഉയരത്തിലാണ്. എത്രയാ? നീളം 100 മുഴം, വീതി 50 മുഴം, ഉയരം 5 മുഴം. ഇങ്ങനെയാണ് സമാഗമനത്തിന്റെ ഈ പ്രാകാര ചുറ്റുമതിൽ നിൽക്കുന്നത്. സ്തോത്രം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രാകാരം അതിന്റെ മൊത്തം കവർ ചെയ്യുന്ന 100 മുഴം നീളത്തിൽ, 50 മുഴം വീതിയിൽ വെള്ള മറശ്ശീല. അത് 4 സൈഡും അളവെടുത്തതിന് ശേഷം വെള്ളത്തുണി കട്ട് ചെയ്ത് തയ്ച്ചെടുത്തതല്ല, പിന്നെയോ നെയ്തെടുത്തതാണ് ഈ വെള്ള മറശ്ശീല. സ്തോത്രം. നമ്മുടെ സബ്ജക്റ്റ് ഇതല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ കുറേയേറെ വിശദീകരിച്ചേ. പലർക്കും അലർജിയുള്ള സബ്ജക്റ്റ് ആണെന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല എനിക്ക്. ചിലർക്ക് ഈ ലേവ്യ പുസ്തകം എന്നൊക്കെ കേൾക്കുന്നതേ ഭയങ്കര അസ്വസ്ഥതയാണ്. ഞാൻ മുൻപും പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകത്തിന്റെ സെൻട്രൽ ബുക്ക് ലേവ്യ പുസ്തകമാണെന്ന് തോന്നുന്നത്. ബാക്കി 65 എണ്ണവും ഈ ലേവ്യ പുസ്തകത്തിന്റെ ബ്രാഞ്ചസ് ആണ്. മറക്കരുത്. പോട്ടെ, ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണേ, ഈ വെള്ള മറശ്ശിൽ, ഞാൻ സെപ്പറേഷന്റെ കാര്യം പറഞ്ഞതല്ല, ഞാൻ ട്രാക്ക് വിട്ടു പോവില്ല. ഈ വെള്ള മറശ്ശില നൂലുകൊണ്ട് നെയ്തെടുത്തതാണ്. ഒരിക്കലും അളവ് നോക്കി 100 മുഴത്തിൽ ഒന്ന് കട്ട് ചെയ്തു, 50 മുഴത്തിൽ വേറെണ്ണം കട്ട് ചെയ്തു, വീണ്ടും 100 മുഴത്തിൽ, വീണ്ടും 50 മുഴത്തിൽ, അങ്ങനെ തമ്മിൽ തയ്ച്ച് ചേർത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. പിന്നെയോ
ആ ഒരൊറ്റ ത്രെഡ് ഇങ്ങനെ നെയ്ത് വന്നിരിക്കുന്നതാണ്. ഞാൻ അതിന്റെ അപകടം പറയാം. അതിനൊരു കുഴപ്പമുണ്ട്. ഒരു നൂലഴിഞ്ഞാ മതി. എനിക്കറിയാം ഒരു കുഞ്ഞുങ്ങളിന് സ്വോത്രം പറയാൻ. ഇന്ന് രാത്രി ദൈവം സ്ഥിതിക്ക് വ്യത്യാസം വരുന്നു പറയുകയാണെങ്കിൽ എല്ലാം പെടുപെടുപെടാതെ അല്ലേലിയും തോറും രക്തജയം ചുണ്ടെല്ലാം കിടന്ന് വിറയ്ക്കുന്നത് കാണും. ഇന്ന് രാത്രി ഒരു വ്യത്യാസം വരുത്തില്ലെങ്കിൽ ഇത് കേട്ടെ, ഒരൊറ്റ നൂലഴിഞ്ഞാൽ എളുപ്പം ഞാൻ പറയാം, സഹോദരന്മാർക്ക് പെട്ടെന്ന് പിടികിട്ടും, അല്ലെങ്കിൽ മമ്മിമാർക്ക് പിടികിട്ടും. ഈ സോക്സിന്റെ ഒരു നൂല് പോയാലുണ്ട്, ഒന്നഴിഞ്ഞാൽ മതി, അത് വലിച്ച പുറകെ മൊത്തം ഇഞ്ഞു പോരുകയല്ലേ. അതുപോലെ ഇത് ഒരു നൂല് അയഞ്ഞൊന്ന് അഴിഞ്ഞു പോന്നാൽ മൊത്തം ബലൂൺ ഷെയ്ക്ക്, മൊത്തം ബലൂൺ ഷെയ്ക്ക്. എന്റെ ബലം കുറയും. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? പിടി കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത, ഞാൻ വചനത്തിന്റെ പൊരുൾ തിരിക്കുകയാണ്, അല്ലാതെ ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പഠന മുറിയിൽ ദൈവം ചില ചിന്തകൾ നിങ്ങളോട് പറയുന്നു, ആ പണിയല്ലിത്. അങ്ങനെ ഞാൻ എന്റെ മുറിയിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ചിന്തയെല്ലാം കൂടെ പറയാനുള്ള വേദിയല്ല വചന ശുശ്രൂഷ. ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വേദിയിൽ പറ്റി ഏറ്റവും വലിയ അപകടവും അത് തന്നെയാണ്. നമ്മൾ കയറിയിരിക്കുമ്പോൾ, കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവം എനിക്ക് ചില ആത്മീക ദൂതുകളും ആലോചനകളും നിങ്ങൾക്ക് കൈമാറും. മാറിക്കോ, മാറരുതെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ വചന ശുശ്രൂഷ അതല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ദൈവം തന്ന ദൂത് ആരോടും മുഖം നോക്കാതെ കൃത്യമായി പറഞ്ഞിരിക്കണം. ഐ എം നോട്ട് അഗേൻസ്റ്റ് ദാറ്റ്. ഞാൻ അതിൽ എതിരല്ല, ചിന്തിക്കരുത് അങ്ങനെ. ഞാൻ പറഞ്ഞു വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ പൊരുൾ തിരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പൊ ഒരു നൂലൊന്ന് അഴിഞ്ഞാൽ എല്ലാം നൂലും അതിന്റെ ഷെയ്ക്ക് ഉണ്ടാകും. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? സ്തോത്രം. അപ്പോഴേ ഈ 60 തൂണും ഇവരെ നിന്ന് ദൈവസാന്നിധ്യത്തെയും ലോകത്തെ നമ്മെ വേർതിരിക്കുന്ന വിശുദ്ധിയുടെ ഈ മതിലിന് ഒരൊറ്റ നൂലിന്റെ ഇളക്കം തട്ടിയാൽ മൊത്തത്തെ ബാധിക്കുമെന്ന് ഞാൻ ഈ പറഞ്ഞു. യു മേ നോട്ട് അഗ്രി വിത്ത് മീ, നിങ്ങളോട് യോജിക്കാൻ സാധ്യതയില്ലായിരിക്കാം. കാരണം ഇന്നിപ്പം വന്ന് ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ, അതിനകത്തൊന്നും കാര്യമില്ലെന്ന്. ഇന്നാളെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനോട് പറയും, എന്നാ കാര്യമുള്ള ഒരു 10 പറ. അല്ല, ഇതൊന്നും ഒരു വിഷയമല്ലെന്ന് പറ. എന്നാ വിഷയമുള്ള ഒരു 10 പറ. വിഷയമുള്ള ഒന്നുമില്ല ഇപ്പൊ, വന്ന് ഒന്നും ഒരു വിഷയമല്ല. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, നമ്മുടെ ആത്മീയത്തിന്റെ ഗൗരവം നാം കളയരുത്. ആത്മീയത്തിന്റെ ഗൗരവം നാം കളയരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവസാന്നിധ്യം ലോകം തമ്മിൽ വേർതിരിക്കുന്ന ഈ മതിൽ, ഈ വെള്ള മറശ്ശീല കൊണ്ട് വലിച്ചു നല്ല നിവർത്തി കെട്ടിയിരിക്കുക. സ്തോത്രം. കണ്ടോ? അത് കാണാൻ പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. കാരണം ഓരോ തൂണും നിൽക്കുന്ന താമ്ര ചൂടിന്മേലല്ലേ. മനസ്സിലായോ? അതിന് മേളിൽ കുടുമയ്ക്ക് കയറിട്ടതിന് ശേഷം അകത്തോട്ടും പുറത്തോട്ടുമായി വലിച്ച് 2 ഭാഗത്തും കുച്ചിയടിച്ച് വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പാടുകയല്ലേ, ആശ പാശമാകും കുറ്റികൾ കയറുമായി അറുത്തു നീക്കണം, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടുന്നൊക്കെ പാടുമ്പോൾ നമ്മളിരുന്ന് കുച്ചിയൊക്കെ അറുക്കണമല്ലേ. നമ്മുടെ വീട്ടിൽ കയറി വന്ന് ഇപ്പുറത്ത് ഒരു കുച്ചി നിപ്പുണ്ട്. ആ കുച്ചി പോകുമ്പോൾ കർത്താവ് വരുമ്പോ ആ കുച്ചി മറിച്ചിട്ട് വെച്ച് പോണ കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. സ്തോത്രം. ആശപാശമാകുന്ന കുച്ചികൾ അതെല്ലാം കട്ട് ചെയ്യണമെന്ന്. പോട്ടെ, അത് വ്യാഖ്യാനിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. ശ്രദ്ധിച്ചേ, അങ്ങനെ നിൽക്കുന്ന ഈ വെള്ള മറശ്ശിലേക്ക് എവിടെയെങ്കിലും നൂറ് ഒന്ന് അഴിഞ്ഞാൽ അതിന്റെ മൊത്തം ബലത്തെയും ബാധിക്കും. ഈ ദൈവജന കേൾക്കും നിങ്ങളോട് ഞാൻ പറയട്ടെ, നമുക്ക് എപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ സമാധാനം മൊത്തം നമുക്ക് ഒന്ന് വേഗമായിട്ട് പിന്നെ നോക്കാം. ഇപ്പൊ അതിനുള്ള സമയമല്ല. ഞാൻ ഈ നമ്മുടെ ജേർണി ഓഫ് ഫെയ്ത്തിനോട് ചേർന്നിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ടാണ്. ഇസ്രായേൽ മക്കളുടെ ജേർണി ഓഫ് ഫെയ്ത്തിലെ ചില പോർഷൻസ് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ പറയുന്നത് മാത്രമേ, ചില ആത്മീക കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ആ ഭാഗത്ത് തുടർന്നേ ഉള്ളൂ. കണ്ടോ, ഈ
ലോകത്തെയും ദൈവസ്ഥാനം തമ്മിൽ വേർതിരിക്കുന്ന ഈ മതിൽ, അതില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം ഭയങ്കരമാണ്. ആ വെള്ളം മറച്ചില്ല. ഞാൻ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒറ്റ തുണിയല്ല, നെയ്തെടുത്തതാണെന്ന്. ഇത്രയും വലിയ തുണി ഇവർക്ക് എവിടെന്നാ കിട്ടിയത്? അയ്യപ്പാശിക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്? അല്ലല്ല. യഹോവയുടെ ആലയത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച് പറഞ്ഞപ്പോ മോശ പറഞ്ഞു, നല്ല മനസ്സോടെ കൊടുക്കുന്ന ഏവരോടും മേടിച്ചോളാൻ പറഞ്ഞു. ഉടനെ മോശ അനൗൺസ് ചെയ്തു, യഹോവയുടെ ആലയത്തിന്റെ നിർമ്മാണം നടക്കുന്നു, നിങ്ങൾക്ക് ദാനധർമ്മങ്ങളെ കൊണ്ട് കൊടുക്കാം. യഹോവയുടെ ആലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ട് കൊടുത്തു. പുറപ്പാട് 25 അധ്യായമൊക്കെ വായിച്ചു നോക്കാൻ വളരെ രസകരമായ ഭാഗത്തെ കാണാൻ. അങ്ങനെ കൊടുത്തതിനകത്ത് ഒരു ഐറ്റം ഉണ്ടായിരുന്നു: നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ. കണ്ടോ? ഇസ്രായേലിലെ സഹോദരിമാര് ദാനധർമ്മങ്ങൾ കൊടുത്തതിനകത്തുണ്ടാകുന്ന ഒരു സാധനമാണ് പിരിച്ച പഞ്ഞിനൂൽ. സ്തോത്രം. എന്താണ് പിരിച്ച പഞ്ഞിനൂൽ? ഇനി അടുത്ത ചോദ്യം, ഇവരെന്തിനാ ഈ പഞ്ഞിനൂല് കാത്തു സൂക്ഷിച്ചേ? ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയ ഈ പഞ്ഞിനൂല്? മിസ്രൈമിൽ നിന്ന് പോന്നപ്പോ കളക്ട് ചെയ്തോണ്ട് പോന്നതാ. എന്തിനാ കളക്ട് ചെയ്തത്? മിസ്രൈമിന്റെ കനാലിലേക്കുള്ള ഈ യാത്രയിൽ വഴിമധ്യേ ഇവർക്ക് ആവശ്യമുള്ള പുതപ്പും, ഇവർക്ക് വേണ്ടുന്ന ഉടുപ്പും, ഇവർക്ക് വേണ്ടുന്ന വസ്ത്രമൊക്കെ നെയ്തെടുക്കാൻ വേണ്ടി സഹോദരിമാർ ശേഖരിച്ചതാണ് ഈ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ. പുതപ്പുണ്ടാക്കണം, ധരിക്കാനുള്ള വസ്ത്രങ്ങൾ നെയ്തെടുക്കണം, അതിനുവേണ്ടിയാണ് ഈ നൂല് ശേഖരിച്ചത്. കണ്ടോ? ഉടുപ്പുണ്ടാക്കാൻ വെച്ചിരുന്ന നൂലാണ് അവർ കൊണ്ട് യഹോവയുടെ ആലയത്തിന് പണിക്ക് വേണ്ടി കൊണ്ട് കൊടുത്തത്. എനിക്ക് ആ ഭാവം ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് രംഗോ. കണ്ടോ? പുതപ്പുണ്ടാക്കാനും ഉടുപ്പുണ്ടാക്കാനും വെച്ചിരുന്ന നൂല് കൊണ്ട് യഹോവയുടെ ആലയത്തിന് നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തപ്പോ തമ്പുരാൻ പറഞ്ഞു, അത് ശരി, ഉടുപ്പുണ്ടാക്കാൻ വെച്ചിരുന്ന നൂലാണ് കൊണ്ട് തന്നത്. അതെ, അങ്ങനെയാണ് ഉടുപ്പിന്റെ കാര്യം ഞാൻ ഏറ്റെന്നത്. സ്തോത്രം. കനാലിൽ എത്തുന്നത് വരെ ഒരെണ്ണത്തിന്റെ ഉടുപ്പ് പഴകയില്ല, പിഞ്ചിപ്പോയില്ല, കീറിപ്പോയില്ല. മനസ്സിലായോ? സ്തോത്രം. നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? കനാലിൽ എത്തുന്ന വരെ ഒരെണ്ണത്തിന്റെ ഉടുപ്പ് പഴകയില്ല. ഉടുപ്പുണ്ടാക്കാൻ വെച്ചിരുന്ന എടുത്ത് യഹോവയുടെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി കൊടുത്തതിനാൽ ഉടുപ്പിന്റെ കാര്യം തമ്പുരാൻ ഏറ്റെടുത്തു. നമ്മൾ പറഞ്ഞറിയാം, അതുമില്ല, എനിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് എല്ലാം കൂടെ ഓർക്കുമ്പോ എങ്ങനെയാണെന്നുള്ളൊരു ചിന്ത. സ്തോത്രം. എനിക്കറിയാം കൊടുക്കണമെന്നൊക്കെ, പിന്നെ വചനമൊക്കെ കേൾക്കുന്നതല്ലേ, കൊടുക്കണമെന്നൊക്കെ എനിക്കറിയാം, ഞാൻ തീരുമാനിച്ചിട്ടുമുണ്ട് കൃത്യമായിട്ട് എല്ലാ മാസവും കൊടുക്കുന്നു. പക്ഷെ എല്ലാം അറിയിച്ചിരുന്നു, എല്ലാം കൂടെ ഒത്തു വരുന്നില്ല അങ്ങോട്ട്. സ്തോത്രം. ഉടുപ്പുണ്ടാക്കാൻ വെച്ചിരുന്ന് എടുത്ത് കൊടുത്തത് കൊണ്ട് ആ കാര്യം ദൈവം നോക്കി. ദൈവം നമ്മുടെ കാര്യം നോക്കാത്തതെന്നറിയാമോ? ആ ഏരിയ നീ ദൈവത്തിന് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് തമ്പുരാൻ ആ ഭാഗത്തോട്ട് തിരിയാത്തത്. ഏത് ഏരിയ വിട്ടുകൊടുക്കുന്ന അവിടെ ദൈവത്തിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകും. വല്ല മനസ്സിലാകുന്നുണ്ടോ? ആ, ഉടുപ്പുണ്ടാക്കാൻ വെച്ച എടുത്ത് ദൈവനാമത്തെ ഭാഗത്ത് കൊണ്ട് കൊടുത്തത് കൊണ്ട് ഉടുപ്പിന്റെ ഏരിയ തമ്പുരാൻ പ്രൊട്ടക്ട് ചെയ്തു. സോദരം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കിയിട്ട് പറ, എന്താ ഈ കാര്യത്തിൽ കണ്ട് കുഴയാൻ കാര്യം? ആ ഏരിയ നീ ദൈവത്തിനെ വിട്ടു കൊടുത്തിട്ടില്ല, അവിടെ തമ്പുരാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല. സോദരം. പിന്നെ അതിനുവേണ്ടി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും വല്ല ബഹളം കാണിച്ചാലും വല്ല നടക്കും. സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു. ഒറ്റ കാര്യം പറയാനട്ടോ, ലോകത്തെയും ദൈവത്തെയും തമ്മിൽ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം തമ്മിൽ വേർതിരിക്കുന്ന ഈ വിശുദ്ധിയുടെ മതിൽ 7 അടി പൊക്കത്തിൽ നിൽക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ പുറത്തു നിന്ന് പ്ലാൻ പറഞ്ഞു ഒരുത്തിന്റെ മഹത്വം കാണാൻ ഒക്കുന്നില്ലെന്ന് മാത്രമല്ല, വരേണ്ട റൂട്ടിൽ കൂടെ വരുന്നവന് മാത്രമേ അകത്തും കയറാനൂ. പടിഞ്ഞാറ് വഴി കൂടെ ചാടി കയറാന്ന് വെച്ചാൽ നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചല്ലോ, ആത്മജീവിതത്തിൽ ഷോർട്ട് കട്ട് ഇല്ലെന്ന് ആദ്യം പഠിക്കണം. സ്തോത്രം. കണ്ടോ?
പടിഞ്ഞാറ് നിൽക്കുന്നവനും ആലയത്തിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ കിഴക്ക് വശത്ത് വന്നേ നോക്കൂ. തെക്ക് വശം നിൽക്കുന്നവനും കിഴക്ക് പറഞ്ഞു, വടക്ക് വശത്ത് നിൽക്കുന്നവനും കിഴക്ക് പറഞ്ഞു. കാരണം കിഴക്ക് വശത്ത് മാത്രം ഒറ്റ വാതിലേ ഉള്ളതാ. അല്ലാതെ കിഴക്ക് വശത്തുള്ളവർ കൂടെ തെക്ക് വശത്തുള്ളവരൊരു കമ്മിറ്റി കൂടി, വടക്ക് വശത്തുള്ളൊരു കമ്മിറ്റി കൂടി, പടിഞ്ഞാറ് ഭാഗത്തുള്ളവരോട് കൂടിയിട്ട് പറയാം, അല്ലാതെ ഇതെല്ലാം നമ്മുടെ ആലയം തന്നെയല്ലേ, ആ തെക്കും വടക്കും പടിഞ്ഞാറും കൂടെ ഒരു ചെറിയ എൻട്രൻസ് ആ സൈഡിൽ കൂടി ഇട്ടാൽ എന്നാ കുഴപ്പം, ഞങ്ങൾ ഇത്രയും വട്ടം കറങ്ങി വരേണ്ട കാര്യം, ഞങ്ങൾക്ക് ഇതുവഴി പെട്ടെന്ന് അങ്ങോട്ട് കയറത്തില്ലേ? ന്യായമായിട്ട് ആ ചോദ്യം വരാം അല്ലേ? ആ, സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കേണ്ട രഹസ്യം ഇതാ, ദൈവസ്ഥാനത്ത് ഇറങ്ങി വരുന്ന ഇടത്ത്, ദൈവത്തിന്റെ പണിക്കകത്ത്, ദൈവപ്രവൃത്തിക്കകത്ത് there is no shortcut at all. ഓരോ ഷോർട്ട് കട്ടും ഇല്ല. പടിഞ്ഞാറ് ഭാഗത്തുള്ളവനും തെക്ക് ഭാഗത്തുള്ളവനും വടക്ക് ഭാഗത്തുള്ളവനും കിഴക്ക് ഒറ്റ വാതിലേ ഉള്ളൂ, കിഴക്ക് വശത്ത് തന്നെ വന്നേ പറ്റൂ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഇനിയിപ്പം കിഴക്ക് വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നെ പറഞ്ഞു, നീ ഇരിക്കുന്ന ഇരിപ്പിടത്ത് നിൽക്കുന്നതിന്റെ കൂടാത്തിനകത്ത് തമ്പുരാൻ കാക്കയെ കൊണ്ട് കൊണ്ടുവരികയല്ലേ. സ്തോത്രം. അല്ല നമ്മൾ അങ്ങോട്ട് പോയി പ്രാപിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്ന് അനുഗ്രഹിച്ചു പോകും. ആ പോട്ടെ, ഞങ്ങള് മുഖമൊക്കെ മാറുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുക. സ്തോത്രം. പേര് തന്നെ സമ ആഗമന കൂടാരം. രണ്ടു കൂട്ടർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഇടം, ദ ടെന്റ് ഓഫ് ടാബർനാക്കിൾ, മീറ്റിംഗ് പ്ലേസ്. ദൈവവും മനുഷ്യൻ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഇടം, അതിന്റെ പേരാണ് സമാഗമന കൂടാരം. മനസ്സിലായോ? മനുഷ്യനെ കാണാവിട്ട് തമ്പുരാൻ ഇറങ്ങി വന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നീ അങ്ങോട്ട് ചെല്ലണം. സ്തോത്രം. ദൈവസ്ഥാനത്തെ പാളയത്തിലില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പാളയം വിശുദ്ധമായിരിക്കണം. ദൈവമായ യഹോവ നിന്റെ പാളയത്തിൽ നടകൊള്ളുന്നതിനാൽ, സന്ദർശിക്കുന്നതിനാൽ പാളയം വിശുദ്ധമായിരിക്കണം. തമ്മിൽ അങ്ങോട്ട് വരാനായിട്ട് പേടിയോ മടിയോ അല്ലെങ്കിൽ വരാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ദൈവസ്ഥാനത്ത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വരണം. നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല, കൂടാരത്തിന്റെ കൂടെ ദൈവം വരുന്നല്ലേ, ഇപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങ് അനുഭവിച്ചോളാം. നോ, അങ്ങനല്ല. ദൈവസ്ഥാനത്ത് അവിടെ എല്ലാം ഉണ്ടാക്കും, പക്ഷെ ആ സ്ഥാനത്ത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നീ കൂടാരത്തിനകത്ത് വരണം. അങ്ങനെയാണ് ഇതിന്റെ വ്യവസ്ഥ. ഞാൻ മടങ്ങി വരുന്നു. അബ്രഹാമിനോട് പറഞ്ഞൊരു ഭാഗമാണ് ഞാനത് പിന്നീട് ഈ ഉൽപ്പത്തി പുസ്തകം മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ ഞാൻ ഇപ്പോഴും അഡ്വാൻസ് ആയിട്ടൊന്ന് പറഞ്ഞിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടാരം വളരെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്. അതിന്റെ ചിത്രം നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ആ പഠനം മുന്നോട്ട് വ്യക്തമാക്കി കൊണ്ടുപോകാൻ. അബ്രഹാമിനോട് തീർത്തു പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഏത് ദേശത്തേക്ക് പോകണം ദൈവം തീരുമാനിക്കും. പിന്നെ ഒരു അനുഗ്രഹം വേണമെന്ന് വെച്ചാലും അതാരാ തീരുമാനിക്കുന്നത്? ദൈവം തന്നെയാണ്. ഞാൻ നിന്റെ പേര് വലുതാക്കും. അതിന് അങ്ങനെ പറഞ്ഞ് ഞാൻ നിന്റെ പേര് വലുതാക്കും എന്ന് പറഞ്ഞത്? അബ്രാം എന്നുള്ളത് അബ്രഹാം എന്നാക്കിയതാണോ? ഓക്കെ, അതേ പേര് ഒരു ഹാം കൂടെ ചേർന്ന് വന്നല്ലോ. ആ ഹാം എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറയാം. 12-ാം അധ്യായത്തിൽ ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന് പറയാൻ കാരണം, 11-ാം അധ്യായത്തിൽ പേരുണ്ടാക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. 11-ാം അധ്യായത്തിൽ നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. സ്വർഗത്തോളം എത്ത ഒരു ഗോപുരം പണിതിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുക എന്ന് മാത്രമല്ല, നമുക്കൊരു പേരും ഉണ്ടാക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, പേരുണ്ടാക്കാൻ ശ്രമിച്ചവന്റെ അഡ്രസ് പുസ്തകത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ഒന്നും അറിയാതിരുന്നവനെ വ്യക്തിപരമായി വിളിച്ചിറക്കിക്കൊണ്ട് വന്നിച്ച് പറയാം, ഞാൻ നിന്റെ പേര് വലുതാക്കും. സ്തോത്രം. കണ്ടോ? പേരെടുക്കാൻ ശ്രമിച്ചവനൊക്കെ താളടിയാകുമ്പോൾ ആരും അറിയാതെ ഹാരാനിൽ ഒതുങ്ങിക്കൂടിയവനെയൊക്കെ പുറത്തു കൊണ്ടുവന്ന് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാക്കിയിട്ട് തമ്പുരാൻ തന്നെ വിളിച്ചു പറയാ, ഞാൻ നിന്റെ പേര് വലുതാക്കും. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ദേശം കാണിച്ചു തരും, ഞാൻ നിന്റെ പേര് വലുതാക്കും. ഒരു കാര്യം തീർത്ത് പറയാം, പേര് വലുതാക്കാൻ നമ്മൾ ഗിമ്മിക്സ് ഒന്നും കാണിക്കണ്ട. മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. നമ്മളെ മറ്റുള്ളവർ പുകഴ്ത്തി പറയുമ്പോൾ, നമ്മെ വല്ലാതെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോഴൊക്കെ ദയവായി അതൊക്കെ അപകടമായിട്ട് കണക്കാക്കും. ഒരു പരിധി കൂടെ നമ്മളെ പുകഴ്ത്തുകയും നമ്മെ വല്ലാതെ, കർത്താവ് ശ്രേഷ്ഠദാസൻ പ്രിയ ഷാജി പാസ്റ്റർ നല്ലൊരു വേദ അധ്യാപകനാണ്, കർത്താവിന് വേണ്ടി ശക്തമായി പറയപ്പെടുന്ന, അനേക വചനത്തിന്റെ പുള്ളി തിരിച്ചു തരുന്ന വളരെ തിരക്കേറിയ ഒരു ദൈവദാസൻ.
കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലായിടങ്ങളിലും യാത്ര ചെയ്ത് കർത്താവിന്റെ പേര് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിലും വിദേശ രാജ്യങ്ങളിലും ലോകത്താകമാനം ലോകത്തിന് വെളിയിലും എന്നൊന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നതാണോ? സ്തോത്രം. ലോകത്തിന് വെളിയിൽ നീ അവിടെ പോയി പറയാനായിട്ടാ? നോ. അങ്ങനെ ഒന്നും നമ്മളെ പുകഴ്ത്താൻ ദയവായി നിങ്ങൾ അനുവാദം കൊടുക്കരുത്. ആ അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ നിന്റെ പേർ വലുതാക്കും. അതെന്ന് ദൈവം ചെയ്യുന്ന അടുത്ത ക്ലാസ്സിൽ ആ പേര് വലുതാക്കുന്നത് എങ്ങനെയെന്നത് പറയാം. മുൻപ് ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അബ്രഹാം എങ്ങനെ? അബ്രഹാം ഇബ്രീത്ത്. അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ പേര് വലുതാക്കുന്നതിനകത്ത് ദൈവം ചെയ്ത പ്രോസസ് എന്താണെന്നുള്ളത്. ദാറ്റ്സ് അമേസിങ്. അബ്രഹാമിന്റെ ജീവിതവുമായിട്ട് അങ്ങനെ പേര് വലുതാക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാവേ. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആദമിനെ ദൈവം അനുഗ്രഹിച്ചു. നോഹയെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദമിനെ ദൈവം അനുഗ്രഹിച്ചതിന്റെ പൊരുളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാം അങ്ങ് വാരിക്കോരി കൊടുത്ത് അനുഗ്രഹിച്ചെന്നുള്ളതല്ല. ആദമിനെ ദൈവത്തിന്റെ മകനാക്കി സ്വീകരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. സംശയമുള്ളവർ ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ അവസാന വാക്ക് വായിച്ചു നോക്കണം. ആദാം ദൈവത്തിന്റെ മകൻ. കണ്ടോ? ആദാം ദൈവത്തിന്റെ മകൻ. സ്തോത്രം. ഇതാണ് റിയൽ ബ്ലെസ്സിങ്. നോഹയെയും ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിനെയും ദൈവം അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ അപ്പനുമായുള്ള ബന്ധത്തിൽ അതിനു മുമ്പ് വരെ ദൈവത്തെ, എന്നെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായിട്ട് മാത്രം കാണുമ്പോൾ ആ സൃഷ്ടാവിനെ അപ്പ എന്ന് കയറി വിളിക്കാനുള്ള ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരിക. എനിക്ക് രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വം തന്ന ആ പദവിയിലേക്ക് നമ്മെ സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് ഈ പറഞ്ഞാൽ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഓരോ പേരിന്റെ കൂടുതൽ ഇപ്പൊ മീറ്റിംഗിൽ ഇരുന്ന ദേവദാസൻ ജിജി പാസ്റ്റർ, നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കി, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ജിജി മാത്യു എന്നും കൂടെ ചേർത്തിട്ടുണ്ട്. ശരിയല്ലേ? ഉണ്ട്. ഞാൻ വേറെ ആരുടെ പേരും നോക്കിയത്. ഡോക്ടർ സുദീപ് തോമസ്, രാജി മാത്യു, ഇതൊക്കെ കാണുന്നുണ്ട്. ജിജി മാത്യു തന്നെ എടുക്കാം. ജിജി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരാണ്. ഈ മാത്യു എന്നുള്ളത് ആരുടെ പേരാ? അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേര്, മാത്യു സിംഗിളുടെ പേരാണ്. അദ്ദേഹത്തിന്റെ പേര് ടി കെ മാത്യു. ശ്രദ്ധിക്കണേ, ജിജി മാത്യു എന്നുള്ളത് അദ്ദേഹം ഓർമ്മ വെച്ചപ്പോൾ തന്റെ പേരിന്റെ കൂടെ അദ്ദേഹം ചേർത്തതല്ല. ജനിച്ച് കാര്യങ്ങൾ റെക്കോർഡിക്കലായി വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പന്റെ പേരും കൂടെ വന്നു ചേർന്നതാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഞാൻ എന്റെ പേരിന്റെ കൂടെ മാത്യുവിനും കൂടെ ചേർക്കുന്നു, അല്ലെങ്കിൽ എന്നാ മാത്യുവിന്റെ പേര് മാറ്റി വലിയ വല്യപ്പച്ചന്റെ പേരെ ചേർക്കുന്നുള്ളൂ എന്നൊന്നും അദ്ദേഹം സ്വയം തീരുമാനിച്ചല്ലോ, ആണോ? അല്ല. ജനനം നടന്നപ്പോൾ, മനസ്സിലായോ, തനിക്കൊരു പേര് കൊടുത്തു ജിജി. പക്ഷെ അദ്ദേഹം പോലും അറിയാതെ കൂടെ വന്ന് ചേർന്നൊരു പേരുണ്ട്, മാത്യു. അതാരുടെ? അപ്പന്റെ.
ജനിപ്പിച്ച അപ്പന്റെ പേരാണ് മാത്യു. ആ ബ്ലഡിലാണ് ജനിച്ചത്. നിങ്ങൾ ഇങ്ങനെ തല പോഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഷാജിപ്പാസ് എങ്ങോട്ടായി പറഞ്ഞുകൊണ്ടി പോകണം. കർത്താവേ, സ്വർഗീയ പിതാവേ, നിങ്ങൾ വിളിക്കുകയല്ലേ? വിളിക്കുക. നമ്മുടെ പേരിന്റെ അറ്റത്ത് വേറൊരു അപ്പന്റെ പേരുണ്ടെന്നുള്ള ബോധം നമ്മളെ ഭരിക്കുന്നുണ്ടോ? മനസ്സിലായില്ല. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പേരിന്റെ അറ്റത്തെ ഒരപ്പന്റെ പേരും കൂടെ കടപ്പുണ്ടെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എന്റെ ചോദ്യം. സ്വോത്രം. ഇപ്പൊ ജിജിപ്പാസ് പാലക്കാട് പൊള്ളാച്ചിയുള്ള ഒരു പാലം പണിയായിട്ട് കോൺട്രാക്ട് എടുത്തു. പണി ശരിയായില്ല. ആൾക്കാർ വെറുതെ അപ്പന്റെ പേര് കളയാനായിട്ട് ഇറങ്ങിയ മോൻ എന്ന് പറയും. കാരണം അപ്പൻ ഗവൺമെന്റ് കോൺട്രാക്ടർ ആയിരുന്നു, അത് സക്സസ് ആയ ആളുക. എനിക്ക് അവർ രണ്ടുപേരെ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ ആൾക്കാർ പറഞ്ഞറിയാമോ, ആ അപ്പന്റെ പേര് കളയാനായിട്ട് തുടങ്ങിയ പ്രവൃത്തിയാന്ന് പറയാം അല്ലേ? മാത്യു ശങ്കർ ഗവൺമെന്റ് കോൺട്രാക്ടർ ആയിരുന്നുകൊണ്ടാണ് ഞാൻ അവരെ തന്നെ ഉദാഹരണം, എനിക്ക് അവിടെ അല്പം സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാ. എന്നതുപോലെ അദ്ദേഹം എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ നാട്ടുകാർ പറയുക അപ്പന്റെ പേര് കളയാൻ. ഏയ്, ആരും ഓടിപ്പോകുത്, എന്നെ ശ്രദ്ധിച്ചേ. നമ്മൾ വല്ലതും കാട്ടി കൂട്ടുന്ന നിമിത്തമേ നമ്മുടെ പേരിന്റെ കൂടെ വേറെ അപ്പന്റെ പേര് കിടപ്പുണ്ടായിരുന്നു, അതിന് ദോഷം വരുന്നത് വല്ലതും ഉണ്ടോന്നല്ല ഞാൻ ഈ ചോദിച്ചു വരുന്നത്. സബ്ജക്റ്റ് വേർപാടായതുകൊണ്ടും. ആരും ഇല്ല, എല്ലാരും പോയോ? എനിക്കറിയാം അബ്രഹാം ഇറങ്ങിയ കാര്യം ദേശം കണ്ടൊക്കെ കേട്ടാ നിങ്ങൾ ഇപ്പൊ തുള്ളും. ഇതിനകത്ത് തുള്ളുന്ന ഒരിടപാടും ഇല്ല. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ആ പറ, നമ്മുടെ പേരിന്റെ അറ്റത്തെ നമ്മുടെ അപ്പന്റെ പേരുണ്ടെന്നുള്ള ബോധം ഉണ്ടോന്നാ എന്റെ ചോദ്യം. അബ്രഹാമിന്റെ പേര് വലുതാക്കുന്ന അവിടെ നിൽക്കട്ടെ, അത് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞോളാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പറഞ്ഞോളാം, സോറി തിങ്കളാഴ്ച. പറ, നമ്മുടെ പേരിന്റെ അറ്റത്തെ വെരി ഗുഡ് ഉണ്ടെന്ന് കമന്റ് ചെയ്തു, വളരെ സന്തോഷം. അത് പറയാനുള്ള പ്രാഗൽഭ്യം നമുക്ക് വേണം. മനസ്സിലാവുന്നുണ്ടോ? ഷൈനി സിസ്റ്റർ പേരെഴുതുമ്പോൾ ഷൈനി സിസ്റ്റർ പേരിന്റെ അറ്റത്തെ ഷൈനി സിസ്റ്റർ പോലും അറിയാതെ വേറൊരു പേര് വന്ന് കയറുന്നുണ്ട്. അത് ബാങ്കിലെ ചെക്ക് എഴുതുമ്പോഴായാലും ശരി, കൊറിയർ വരാൻ അഡ്രസ്സ് കൊടുക്കുമ്പോഴാണെങ്കിലും ശരി, അത് കാണാനുള്ളൊരു കണ്ണ് നമുക്ക് വേണം. സ്തോത്രം. ആദാം ദൈവത്തിന്റെ മകൻ. ഞാനൊരു ഇമാജിനേഷൻ പറയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കും ചെയ്യരുത്. അങ്ങനെ പുസ്തകത്തില്ല, പുള്ളി ദുരൂദശ പറഞ്ഞ നാളെ എന്റെ നേരെ കൊടിയും പിടിച്ചൊന്നും വരരുത്, ഉൽപ്പത്തി പുസ്തകത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ആദാം പേരെഴുതുമ്പോൾ എങ്ങനെ ആയിരിക്കും എഴുതുക നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? സപ്പോസ് പുസ്തകത്തിൽ അങ്ങനെ സംഭവമേ ഇല്ല, ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചോദിക്കുക. ആദാം അഡ്രസ് എഴുതുമ്പം ആദാം ഫുൾ നെയിം എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഇരുന്നാൽ മതി, എന്നിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് കൊണ്ടുപോകാൻ. സ്തോത്രം. എന്തെഴുതുമ്പോഴും ആർക്കെഴുതുമ്പോഴും, ഇന്നിപ്പോ എഴുത്തില്ലാത്തതുകൊണ്ട് മുഴുവൻ വാട്സാപ്പും മെസ്സേജും ആണല്ലോ. നമ്മടാ ഇവൻ പറഞ്ഞു എങ്ങോട്ടായി കൊണ്ടുപോകുന്നല്ല. അങ്ങോട്ട് തന്നെ ആയി വരുന്നത്, അങ്ങോട്ട് തന്നെ ആയി വരുന്നത്. ഇത് ഉഗാണ്ടയിലുള്ള ആൾക്കാർക്കല്ല, ഈ ക്ലാസ്സിലുള്ളവർക്ക് തന്നെയാ. ഉഗാണ്ടക്കാർക്കുള്ളത് ഞാൻ അവിടെ പറഞ്ഞോളൂ, ഉപദേശിമാർക്കുണ്ട്. ഞാൻ ഇവിടെ ഉള്ളവർക്കല്ല, അങ്ങ് ഉള്ളവർക്കാണ്. അല്ലല്ലേ, ഇവിടെ പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് തന്നെയല്ലേ? അതെ. അത് മെസ്സേജ് അയക്കുമ്പോഴാണ് ശരി, ഫേസ്ബുക്ക് ടൈപ്പ് ചെയ്യുമ്പോഴാണ് ശരി, വാട്സാപ്പ് ഉപയോഗിക്കുമ്പോഴാണ് ശരി, പേരിന്റെ അറ്റത്ത് വേറൊരാളുടെ പേരുടെ കടപ്പുള്ള ബോധ്യത്തോടുള്ള ആ പേരിന് അപവാദം വരുന്നതൊന്നും. ഞാൻ ക്ലാസ്സിന് നല്ല ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ടൈം അങ്ങ് പോയി. സ്തോത്രം.
തിങ്കളാഴ്ച നിങ്ങൾ ക്ലാസ്സിന് പറഞ്ഞേ. അവന്റെ പോക്ക് ശരിയല്ല, അവൻ വേറെ ഉദ്ദേശത്തില്ല ക്ലാസ് കൊണ്ടുവന്ന് പറഞ്ഞ് വരാതിരിക്കരുത്. സ്വോത്രം. ഞാൻ അവിടെ തന്നെ ഒന്നുകൂടെ നിൽക്കുക. നമ്മുടെ പേരിനോട് ചേർന്ന് വേറെ ആളുടെ പേരും കൂടെ കടപ്പുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വേണം. മനസ്സിലായോ? അബ്രഹാം അതെങ്ങനെയാന്ന് അറിയുമ്പോൾ അതിന്റെ ഗൗരവം പിടി കിട്ടും. ഈ ഹാം എങ്ങനെയാ വന്നെന്നുള്ളത് ഇതേന്ന് വെച്ച് ഞാൻ തിങ്കളാഴ്ച പറയാം. മനസ്സിലായോ? അങ്ങനെ ആ പേര് വലുതാക്കിയത്. റൈറ്റ് റവറിന്റെ ഡോക്ടർ പാസ്റ്റർ എന്നൊന്നും പറഞ്ഞ് ഉള്ള പേര് വലുതാക്കി നിർത്തിയതല്ല. അങ്ങനല്ല ഈ നിലപാട്. അങ്ങനെ എഴുതിക്കോട്ടെ. സ്വോത്രം. എനിക്കതിനകത്ത് യാതൊരു വിരോധവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അതൊക്കെ എഴുതിക്കോ. നമ്മുടെ ഇടയിൽ ഈ ലാളിത്യവും ഈ സിംപ്ലിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഓക്കെ. കർത്താവ് അറിയപ്പെട്ട നസ്രായൻ എന്നുള്ള പേരില്ല. ഈസു നാസറീൻ. നസ്രായത്തിന് വല്ല നന്മയും വരുമോ? കർത്താവ് അറിയപ്പെട്ടത് അങ്ങനെ. കർത്താവ് ഒരിക്കലും റൈറ്റും ആയില്ലായിരുന്നു, റവറന്റ് ഡോക്ടർ പാസ്റ്റർ ഒന്നും അല്ല. പോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഈ കാര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ പേരോട് ചേർന്ന് ഒറിജിനൽ അപ്പന്റെ പേരും കൂടെ ഉണ്ടെന്നുള്ള മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വരുന്നുണ്ട്. സംശയങ്ങൾ ചോദിച്ചാൽ തിരക്കൊണ്ട് എനിക്ക് സമയത്തൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. ചോദ്യം ചോദിച്ചാൽ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ ഉത്തരം പറയുന്നില്ല, പ്രൈവറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. സംശയം വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. നോ പ്രോബ്ലം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഇതിന്റെ കണ്ടിന്യൂഷൻ തിങ്കളാഴ്ച നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ദയവായി ഞാൻ എപ്പോഴും ഓർപ്പിക്കാനുള്ളത്, ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ പുതിയ ഏതാണ്ടെല്ലാം കുറെ കാര്യങ്ങൾ കേട്ടു എന്ന് നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതല്ല, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആവശ്യം. മനസ്സിലാകുന്നുണ്ടോ? തിങ്കളാഴ്ച ക്ലാസ് ഞാൻ റിപ്പൻഡൻസിനെ കുറിച്ച് പറയാമെന്നത് ഭാഗത്തേക്ക് വരികയാണ്. റിപ്പൻഡിങ് ആവശ്യമാണ്. റിപ്പൻഡിങ് ഇസ് നോട്ട് എ റീപെയിന്റിങ്. റിപ്പൻഡിങ് എന്ന് പറഞ്ഞാൽ റീപെയിന്റിങ് എന്നല്ല. ഇതല്ലേ എനിക്ക് പറയണമെന്നുണ്ട്, സമയമില്ലാതെ നിർത്തുക. റിപ്പൻഡിങ് എന്ന് പറഞ്ഞാൽ റീപെയിന്റിങ് എന്നല്ലെന്ന്. ഞാൻ ക്ലാസ് കൂടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.